നിഖിൽ പ്രമേഷ് കുടിച്ചിട്ട് നിഖിൽ യഥാർത്ഥത്തിൽ പോയ തദ്ദേശം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഹൈ വോൾട്ടേജ് ഹെവി വെയിറ്റ് ഒരു കോസ്റ്റിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒഫീഷ്യൽ സ്ഥാനാർത്ഥികൾക്ക് മുകളിൽ നിൽക്കുന്ന റിബലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ തുച്ഛമാണ് അങ്ങനെ റിബലുകൾ എങ്കിൽ കൂടിയും ഈ പറയുന്ന നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന പ്രമാണമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തിനാ ഉദ്ദേശിക്കുന്നത്? തട്ടിക്കളയും എന്നൊക്കെ അടക്കം വിരട്ട് നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ വിരട്ടും വിലവേശലും അങ്ങനെ 10 വോട്ടെങ്കിലും നഷ്ടപ്പെടാനിടയുള്ള വിമതന്മാരെ ഏതെങ്കിലും തരത്തിൽ അന്വയിപ്പിക്കാനുള്ള നീക്കങ്ങൾ എല്ലാ മുന്നണികളും കൊണ്ടുപിടിച്ച് നടത്തുകയാണ്. സമയം അവർക്ക് 3 മണി വരെ ഉള്ളൂ താനും. നിഖിൽ, തീർച്ചയായിട്ടും അഷ്മി, മലബാറിലും ഈ വിമതന്മാരുടെ ശല്യം മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്. അതൊരു ഇപ്പോൾ വിപിനും ശ്രീജിത്തും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മലബാറിൽ അതൊരു അല്പം കുറവാണ് എന്ന് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും കോൺഗ്രസിനാണ് UDF ഏറ്റവും കൂടുതൽ അത് തലവേദനയായി മാറുന്നത്. പലയിടത്തും കോൺഗ്രസ് ലീഗ് തർക്കങ്ങളുണ്ട്, CPM CPI തർക്കങ്ങളുണ്ട്, BJPക്ക് പലയിടത്തും സ്ഥാനാർത്ഥികളില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കോഴിക്കോട് നിന്ന് തന്നെ തുടങ്ങിയാൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ UDF തലവേദന സൃഷ്ടിക്കുന്നത്. ഫറോക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫറോക്ക് നഗരസഭ നിലവിൽ UDF ഭരിക്കുന്ന നഗരസഭയാണ്. അവിടുത്തെ 12ാം വാർഡിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സ്ഥാനാർത്ഥികളുണ്ട്. UDF ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്ന ദിവ്യ ഗിരീഷാണ്. എന്നാൽ അവിടെ തന്നെ ഒരു മുൻ കൗൺസിലർ ഇപ്പോൾ പത്രിക നൽകിയിരിക്കുകയാണ്. അവർ പറയുന്നത് അവർക്ക് സീറ്റ് നൽകിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അവിടെ പത്രിക നൽകി മത്സരിക്കുന്നു. എന്നാൽ മുസ്ലിം ലീഗ് ഔദ്യോഗിക നേതൃത്വത്തിന്റെ പിന്തുണ ഇവർക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. നാദാപുരം പഞ്ചായത്തിലെ 1ാം വാർഡായി ഈയങ്കോട്ടയ്ക്ക് വരുമ്പോൾ അവിടെ CPM ഉം CPI നേർക്കുനേരാണ് മത്സരിക്കുന്നത്. മുന്നണി ധാരണ അനുസരിച്ച് CPIക്ക് നൽകിയ സീറ്റിൽ CH ദിനേശൻ എന്നൊരാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ CPM ഇവിടെ അവർക്ക് CPIക്ക് വോട്ട് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്നു. അങ്ങനെ നേർക്കുനേർ ഒരു മുന്നണിയിലെ 2 പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുന്നമംഗലത്താണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള വിമത ഭീഷണി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ണൂരിലേക്ക് വരുമ്പോൾ ആന്തൂർ നഗരസഭാ വാർഡിലെ 4 വാർഡുകളിൽ 5 UDF സ്ഥാനാർത്ഥികളുടെ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്ന സാഹചര്യത്തിൽ ചില അവ്യക്തതകൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കോർപ്പറേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ പയ്യാമ്പലം ഡിവിഷനിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന P ഇന്ദിരയ്ക്ക് വിമത ഭീഷണിയുണ്ട്. നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് ഇന്ദിരാ ബിന്ദു. ഇവർ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ അവിടെ വിമത ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ആദ്യക്കടലിൽ മത്സരിക്കുന്ന റിജുൽ മാക്കുറ്റിക്കെതിരെ ഒരു ലീഗ് പ്രവർത്തകൻ വിമത സ്ഥാനാർത്ഥിയായി നിന്ന് പത്രിക നൽകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഈ പത്രികകളൊക്കെ പിൻവലിപ്പിക്കാനുള്ള വലിയ നീക്കങ്ങൾ നേതൃത്വം ഇടപെട്ട് തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നേരിട്ടെത്തി മുനവറലി ശിഹാബ് തങ്ങൾ ലീഗ് സ്ഥാനാർത്ഥികൾ വിമത സ്ഥാനാർത്ഥികളെ കണ്ടുകൊണ്ട് ഇത് പത്രിക പിൻവലിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ട്. കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട PK രാജേഷിന്റെ നേതൃത്വത്തിൽ 12 സ്ഥാനാർത്ഥികൾ വിവിധ ഇടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. പാലക്കാട്ടേക്ക് പോകുമ്പോൾ വിഭാഗീയത CPMലെ വിഭാഗീയത ശക്തമായ ഇടമാണ് പാലക്കാട്. അവിടെ PK ശശിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് നഗരസഭയിലും 4 പഞ്ചായത്തുകളിലുമായി PK ശശിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മത്സരരംഗത്തുണ്ട്. ഒരു പഞ്ചായത്തിൽ എല്ലാ സീറ്റിലും UDFന് പിന്തുണ നൽകാൻ പാലക്കാട് ഈ PK ശശി അനുകൂല വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. വടക്കഞ്ചേരിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM ഏരിയ സെക്രട്ടറിയുമായിരുന്ന K ബാലൻ, കിഴക്കഞ്ചേരിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM ലോക്കൽ സെക്രട്ടറിയുമായ P ഗംഗാധരൻ എന്നിവർ UDF പിന്തുണയോടെ മത്സരരംഗത്തുണ്ട്. കൊടുമ്പ് പഞ്ചായത്തിൽ CPM സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം B അനിൽകുമാർ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJPക്ക് മുനിസിപ്പാലിറ്റി ഭരണമുള്ള ജില്ലയാണ് പാലക്കാട്. അവിടെ 11 പഞ്ചായത്തുകളിൽ 43 വാർഡുകളിൽ മത്സരിക്കാൻ BJP സ്ഥാനാർത്ഥികളില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ അടക്കം ഒരു പരിഹാസ രൂപേണ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ മറ്റ് ജില്ലകൾ കൂടി വളരെ വേഗത്തിൽ പരിശോധിക്കുമ്പോൾ കാസർഗോഡ് വെള്ളൂർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി മൊഗ്രാൽ, പുത്തൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് അവിടെ അവർക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മുന്നണികൾക്ക് തലവേദനയായിക്കൊണ്ട് ഈ വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കാണാനുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ കുറച്ച് തലവേദന കൂടുതൽ UDFനാണെന്ന് പറയാമെങ്കിലും തലവേദന ആർക്കെങ്കിലും ഇല്ലേ ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ട്. ആരും ആ തലവേദനയിൽ നിന്ന് മുക്തരല്ല. അടികലശം ശക്തമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പക്ഷേ അവസാന നിമിഷമൊക്കെ എന്ത് ചെയ്തിട്ടും ഏതൊക്കെ സാമം ദാനം ഭേദം ദണ്ഡം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടും വിമതന്മാർ പിൻവാങ്ങാത്ത സാഹചര്യമാണ്. ഫോണിൽ വിളിച്ച് 10 രൂപ തട്ടിക്കളയും എന്നൊക്കെയുള്ള വിരട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ തട്ടിക്കളയാൻ വേണ്ടി പറയുന്നതല്ല, ഒന്ന് പേടിപ്പിച്ച് പിന്മാറ്റാൻ പറ്റുമോ നോക്കുന്നതാണ് കാര്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടിത്തട്ട് രാഷ്ട്രീയമാണ്. അടിത്തട്ടിൽ അവിടെ നിൽക്കുന്ന ജനപ്രതിനിധികൾക്ക് അവിടെ ജയം അനിവാര്യമാണ്. അവിടെ ഈ കേവലം 10-30 വോട്ടുകൾക്ക് തോറ്റു പോകുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഒരു വിമതം നിന്ന് 30 വോട്ട് പിടിച്ച് തോറ്റുപോയ കഷ്ടമല്ലേ. അതുകൊണ്ട് അവരെ പിൻവലിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ വധഭീഷണി പോലെയുള്ള പരിപാടികൾ ശരിയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.